രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച മാതൃകയിൽ വായ്പയ്ക്ക് വസ്തു ഈട് നൽകുന്നത് രജിസ്റ്റർ ചെയ്യുന്നതിന് 2 തരത്തിന് വ്യത്യസ്ത നിരക്ക് ഈടാക്കുന്നതിന് അറുതിയാകുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലും തയ്യാറാക്കി രജിസ്ട്രേഷന് 2 തരത്തിലാണ് നിലവിൽ മുദ്രവില ഈടാക്കുന്നത്. ഇംഗ്ലീഷ് മാതൃകയിൽ ആധാരത്തിൽ ബാധ്യത കാണിക്കുന്ന രീതി ടൈറ്റിൽ ഡീഡ് ഡെപ്പോസിറ്റ് രീതിയിലാണ്. ഇതിന് 0.5% നിരക്കാണ് ഈടാക്കുന്നത്. എന്നാൽ മലയാളത്തിലുള്ള മാതൃകയിൽ ആധാരം പണയം വയ്ക്കുന്ന രീതി മോർട്ട്ഗേജ് ലോണാണ്. ഇതിന് രജിസ്ട്രേഷൻ നിയമപ്രകാരം 5% നിരക്കാണ്. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴി മാറ്റിയപ്പോഴുണ്ടായ പിശകാണ് 2 തരത്തിലുള്ള നിരക്ക് ഈടാക്കാൻ കാരണമായതെന്നാണ് ആക്ഷേപം. ഓഡിറ്റ് നിർദ്ദേശം അനുസരിച്ച് രജിസ്ട്രാർമാരിൽ നിന്ന് അധിക തുക ഈടാക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നു. ഇംഗ്ലീഷിലുള്ള മാതൃകയ്ക്ക് അനുസൃതമായി മലയാളത്തിൽ ആവശ്യമായ മാറ്റം വരുത്തേണ്ടതാണെന്ന് സർക്കാർ രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ അവകാശധാര നിക്ഷേപ പത്രത്തിന് കേരള മുദ്രപത്ര നിയമപ്രകാരമുള്ള മുദ്രവില ഈടാക്കിയാൽ മതിയാകുമെന്നും നികുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് മാതൃകയിൽ ആധാരത്തിൽ ബാധ്യത മാത്രം രേഖപ്പെടുത്തി രജിസ്ട്രേഷൻ നടത്തിയാൽ 4.5% കുറവ് രജിസ്ട്രേഷൻ ഇനത്തിൽ ജനങ്ങൾക്ക് ലഭിക്കും. മലയാളത്തിലുള്ള മാതൃകയിൽ രജിസ്ട്രേഷൻ നടത്തി ഇംഗ്ലീഷിലുള്ള മാതൃകയുടെ കുറഞ്ഞ നിരക്ക് ഈടാക്കിയെന്ന കാരണത്താൽ തുക തിരിച്ചുപിടിക്കുന്ന സാഹചര്യത്തിൽ മലയാളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ രജിസ്ട്രാർമാർ തയ്യാറാകാത്തതും സാധാരണക്കാർക്കുള്ള നഷ്ടവും സംബന്ധിച്ച് മാള സ്വദേശി ഷാൻഡി ജോസഫ് തട്ടകത്ത് വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നികുതി വകുപ്പിന്റെ നടപടി. പണം കടം എടുക്കുമ്പോൾ നമ്മൾ ആധാരങ്ങൾ ഡെപ്പോസിറ്റ് നൽകും. അത്തരം ആധാരങ്ങൾ ഡെപ്പോസിറ്റ് രജിസ്റ്റർ നൽകുന്നതിന് നമ്മൾ അടയ്ക്കേണ്ട സ്റ്റാമ്പ് 0.5%. ഈ ആധാരം പണയമായിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ 5% സ്റ്റാമ്പ് വാങ്ങേണ്ടത്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ മലയാളത്തിലുള്ള മാതൃകയിൽ ചില വാചകങ്ങൾ കടന്നു വന്നിട്ടുണ്ടെന്നും ഈ വാചകങ്ങൾ പ്രകാരം ഇത് പണയാധാരമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ പണയാധാരമായിട്ട് കണക്കാക്കുമ്പോൾ 5% സ്റ്റാമ്പ് വാങ്ങേണ്ടത് വരുന്നു. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് 500 രൂപ വാങ്ങേണ്ടടുത്ത് 5000 രൂപയുടെ സ്റ്റാമ്പ് വാങ്ങേണ്ടത് വരുന്നു. നികുതി വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വൈകാതെ ഇംഗ്ലീഷ് മാതൃകയിൽ ബാധ്യത മാത്രം കാണിച്ച് രജിസ്ട്രേഷൻ മലയാളത്തിലും നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. TCV ന്യൂസ് മാള.